കല്യാണത്തിന്റെ തലേ ദിവസം രാവിലെ 10 മണിയായപ്പോഴേക്കും എത്തേണ്ട ബന്ധുക്കൾ എല്ലാവരും എത്തിക്കഴിഞ്ഞു. സാധാരണ രീതിയിലായിരുന്നുവെങ്കിൽ ഒരാഴ്ച മുന്നേ എത്തേണ്ടവരായിരുന്നു. സമയവും സാഹചര്യവും എല്ലാം പ്രതികൂലമായതുകൊണ്ട് കല്യാണം എല്ലാവരെയും ഫോണിൽ വിളിച്ചാണ് അറിയിച്ചത്. അതുകൊണ്ട് പലരും ഇവിടെ വന്നതിന് ശേഷമാണ് കല്യാണം നേരത്തെ നടത്താനുണ്ടായ സാഹചര്യം അറിഞ്ഞത്. ജാതകത്തിന്റെ പേരിലായതുകൊണ്ട് എല്ലാവരും അതിനെ അനുകൂലിക്കുകയാണ് ചെയ്തത്. കല്യാണം ഹാളിൽ വെച്ചായിരുന്നുവെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീടും അലങ്കരിച്ചിരുന്നു. ഞാൻ കരുതിയത് ഇവിടെ കൂട്ടക്കരച്ചിലായിരിക്കുമെന്നാണ്. ഹരിദാസിന്റെ വലിയച്ഛൻ്റെ മകളായ സുചിത്രയാണ് അത് പറഞ്ഞത്. അമ്പിയുടെ വീട്ടിൽ പോയപ്പോൾ അവരുടെ ഒപ്പമുണ്ടായിരുന്ന സുദേവന്റെ പെങ്ങളായിരുന്നു സുചിത്ര. അതെന്താ നാത്തൂനെ അങ്ങനെ പറഞ്ഞത്? സുദേവന്റെ ഭാര്യയായ വനജ ചോദിച്ചു. അല്ല, പെട്ടെന്നാണല്ലോ കല്യാണം തീരുമാനിച്ചത്. അതും 5-6 ദിവസത്തിനുള്ളിൽ തന്നെ നടത്താനും തീരുമാനിച്ചു. ഞാൻ കരുതി എല്ലാവരും വിഷമത്തിലായിരിക്കുമെന്ന്. ചേച്ചി പറഞ്ഞത് ശരി തന്നെ. 3 ദിവസം മുൻപ് വരെ എല്ലാവരും നല്ല വിഷമത്തിൽ തന്നെയായിരുന്നു. ദാസേട്ടനാണെങ്കിൽ മോള് കാണാതെ മാറിയിരുന്ന് കരയും. ദർശൻ മോനും ഞാനും അതേപോലെ തന്നെയായിരുന്നു. 3 ദിവസത്തിന് മുൻപ് എന്തു പറ്റി? സുജാത അവരുടെ സംശയം മറച്ചു വെക്കാതെ ചോദിച്ചു. അന്നായിരുന്നു പത്രിക തരാനായി അമ്പിയുടെ വീട്ടിൽ നിന്നും ആൾക്കാർ വന്നത്. അമ്പി പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞ് ചെറിയച്ഛൻ്റെ ഭാര്യ വന്ന് ദേവിമോളോട് സംസാരിച്ചിരുന്നു. എന്താ അവർ പറഞ്ഞത്? ഇത്തവണ വനജയ്ക്കും ആകാംക്ഷയായി. ആദ്യം തീരുമാനിച്ചത് റിസപ്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം വിരുന്ന് കഴിഞ്ഞ് ചെക്കനെയും പെണ്ണിനെയും തിരിച്ചാക്കണമെന്നായിരുന്നു. പെട്ടെന്നുണ്ടായ കല്യാണമല്ലേ, എല്ലാത്തിനോടും ഒന്ന് പൊരുത്തപ്പെടുന്നത് വരെ ദേവി ഇവിടെ തന്നെ നിൽക്കട്ടെ എന്നാണ് അമ്പിമോൻ പറഞ്ഞത്. അവരെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്തു. അമ്പിമോനും കുറച്ച് ദിവസം അവിടെയും ഇവിടെയുമായുമൊക്കെ നിന്നോളാന്നാ പറഞ്ഞത്. ആണോ? ആ ചെക്കൻ നല്ല സ്നേഹത്തോടെയാ എല്ലാവരോടും പെരുമാറിയതെന്നു പെണ്ണ് കാണാൻ വന്നു പോയതിനു ശേഷം ഏട്ടനും പറഞ്ഞായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനാ ആളുകൾ ശ്രമിക്കുന്നത്. ഇതിപ്പോ ആ വീട്ടുകാർ സമ്മതിച്ചില്ലേ, അത് തന്നെ വലിയ കാര്യം. അല്ലെങ്കിലും ദേവമോളുടെ ഭാഗ്യമാ ഇതുപോലത്തെ ഒരു പയ്യനെ കിട്ടിയത്. ആരെങ്കിലും പറയോ ഇങ്ങനെയൊക്കെ? സുചിത്രയും കൂട്ടിച്ചേർത്തു. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ക്ഷണിച്ചവരെല്ലാവരും എത്തിത്തുടങ്ങിയിരുന്നു. തലേ ദിവസം ചെറിയ രീതിയിൽ ഒരു പരിപാടി അവർ വെച്ചിരുന്നു. ഹൽദിയും മെഹന്തിയും ഒന്നും നടത്താൻ പറ്റിയില്ലെങ്കിലും നിത്യയും കല്യാണിയും പിന്നെ ദേവിയുടെ കുറച്ച് സുഹൃത്തുക്കളെല്ലാം ചേർന്ന് ആട്ടവും പാട്ടവുമെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഒരുപാട് വൈകിയാണ് എല്ലാവരും ഉറങ്ങാൻ കിടന്നത്. പിറ്റേ ദിവസം രാവിലെ 6:30 മണിയായപ്പോൾ തന്നെ ദേവിയെ ഒരുക്കാനായി ബ്യൂട്ടീഷ്യൻ വന്നിരുന്നു. ഉടുത്തുരുങ്ങി വന്ന ദേവിയെ എല്ലാവരും നോക്കി നിന്ന് പോയി. അത്രയ്ക്കും ഭംഗിയായിരുന്നു അവളെ കാണാൻ. 8:30 മണിയായപ്പോഴേക്കും അവർ അമ്പലത്തിലേക്ക് ഇറങ്ങി. 10:15 മുഹൂർത്തം പറഞ്ഞിരിക്കുന്നത്. വീട്ടിൽ നിന്നും അരമണിക്കൂർ മേലെ യാത്രയുണ്ട്. അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ ബ്ലോക്ക് കിട്ടി വൈകിയാലോ എന്ന് കരുതി അവർ നേരത്തെ തന്നെ ഇറങ്ങി. 9:30 തന്നെ അമ്പിയും വീട്ടുകാരും എത്തിയിരുന്നു. അവരെത്തി ചെക്കനെ സ്വീകരിച്ചതിന് ശേഷം ദർശന്റെ അന്വേഷണം ആമിക്കായിരുന്നു. മണ്ഡപത്തിനരികിലായി അമ്മയ്ക്കും അഭിനയ്ക്കും ഒപ്പം നിൽക്കുകയായിരുന്നു അവൾ. മാമ്പഴ മഞ്ഞയിൽ വൈൻ റെഡ് ബോർഡറുള്ള പട്ടുസാരിയിൽ അതീവ സുന്ദരിയായിരുന്നു ആമി. പരിസരം മറന്ന് ദർശൻ കുറച്ചു നേരം അവളെ തന്നെ നോക്കി നിന്നു പോയി. മോനെ ദർശ, ഇന്ന് നടക്കാൻ പോകുന്നത് നിന്റെ പെങ്ങളുടെ വിവാഹമാണ്, മറക്കണ്ട. അവനെ കളിയാക്കിക്കൊണ്ട് നിഖിൽ പറഞ്ഞു. അതിന് ഞാൻ മറന്നിട്ടൊന്നുമില്ല. ഓടി നടന്ന ക്ഷീണം കൊണ്ട് ഒന്ന് നിന്നതാ കുറച്ചു നേരം. ക്ഷീണം ഭാവിച്ചുകൊണ്ട് ദർശൻ പറഞ്ഞു. ഉവ്വ് ഉവ്വ്, എനിക്കൊന്നേ പറയാനുള്ളൂ. അളിയൻ്റെ പെങ്ങളെ നോക്കിയതിൻ്റെ പേരിൽ ഈ വിവാഹം മുടങ്ങരുത് മോനെ. നീയൊന്ന് പോടാ, ഞാൻ ചുമ്മാ എല്ലാവരെയും നോക്കിയ കൂട്ടത്തിൽ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. അതാ നോട്ടം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. പിന്നെയും നിഖിൽ ദർശനെ കളിയാക്കാൻ തുടങ്ങിയപ്പോഴേക്കും മാത്യു വന്ന് അവനെ എന്തോ ആവശ്യത്തിനായി വിളിച്ചുകൊണ്ട് പോയി. നിഖിൽ പോയതും ദർശൻ പിന്നെയും ആമിയെ നോക്കാനായി തിരിഞ്ഞു. അതേസമയം തന്നെ അഭിനയെയും ദർശനെ നോക്കി. അവൾ വിചാരിച്ചു ദർശൻ അവളെയാണ് നോക്കുന്നതെന്ന്. അഭിനയ വേഗം ദർശനടുത്തേക്കായി വന്നു. ഹായ് ദർശൻ. അഭിനയ അരികിലെത്തിയപ്പോൾ അവളെ മുഷിപ്പിക്കണ്ട എന്ന് കരുതി ദർശനം അവളോട് കുറച്ചുനേരം സംസാരിച്ചു. അതിനിടയ്ക്കാണ് ആമി തങ്ങളെ തന്നെ നോക്കുന്നുണ്ടെന്ന് അവൻ ശ്രദ്ധിച്ചത്. അവർ തമ്മിൽ സംസാരിക്കുന്നത് കണ്ട് മുഖം വീർപ്പിച്ചുകൊണ്ട് അവൾ ആലിൻ്റെ ചുവട്ടിലേക്ക് നടന്നു. അവൾ അങ്ങോട്ടേക്ക് പോകുന്നത് ദർശനം കണ്ടിരുന്നു. അഭിനയോട് തിരക്ക് പറഞ്ഞ് ദർശനം അങ്ങോട്ടേക്ക് തന്നെ നടന്നു. ആമി പോയതിന് നേരെ എതിർവശത്തു കൂടി ആലിൻ്റെ വശത്തേക്കായി അവൻ നടന്നു. അവൻ അവൾക്ക് മുൻപിലായി വന്നു നിന്നു. പെട്ടെന്ന് അവനെ മുന്നിൽ കണ്ട ആമി ഒന്ന് ഞെട്ടി. അവൾ പുറകിലേക്കൊന്ന് ആഞ്ഞുപോയി. വിടാതിരിക്കാനായി ദർശൻ അവളെ ഇടുപ്പിലൂടെ കൈചുറ്റിക്കൊണ്ട് ചേർത്ത് പിടിച്ചു. അവൻ്റെ കൈ സാരിക്കിടയിലൂടെ നഗ്നമായ അവളുടെ വയറിലാണ് പതിച്ചത്. തണുപ്പുള്ള വിരലുകൾ നഗ്നമായ വയറിൽ തൊട്ടപ്പോൾ ഉള്ളൻകാലിൽ നിന്നും ഒരു തണുപ്പ് മുകളിലേക്ക് ഉയരുന്നത് പോലെ ആമയ്ക്ക് തോന്നി. അവളൊന്ന് വിറച്ചത് ദർശനം വ്യക്തമായി മനസ്സിലായി. അവൻ പെട്ടെന്ന് തന്നെ അവളെ നേരെ നിർത്തി കൈകൾ മാറ്റി.
അത് പെട്ടെന്ന് മുന്നിൽ വന്ന് നിന്നപ്പോൾ ഞാൻ പേടിച്ചു. അതാ വീഴാൻ പോയത്. അപ്പോഴാണ് ദർശനൊരു കാര്യം ശ്രദ്ധിച്ചത്. ആമിക്ക് തൻ്റെ ചെവിയോളം പൊക്കമുണ്ട് ഇപ്പോൾ. ശരിക്കും അവൾക്ക് പൊക്കം കുറവാണെന്ന് അവൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. സാരി ഉടുത്തത് കൊണ്ട് അത്യാവശ്യം നല്ല ഹീലുള്ള ചെരുപ്പായിരുന്നു ആമി ഇട്ടിരുന്നത്. താഴേക്ക് നോക്കിയപ്പോൾ അവനത് മനസ്സിലാവുകയും ചെയ്തു. എങ്ങനെ വീഴാതിരിക്കും? 2 വലിയ തടിക്കഷ്ണങ്ങളല്ലേ കാലിൻ്റെ അടിയിൽ വെച്ച് കെട്ടിയിരിക്കുന്നത്. ഒന്നും മനസ്സിലാവാത്തതുപോലെ അവൾ അവനെ നോക്കി. ഞാൻ ചെരുപ്പിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. അത് സാരി ഉടുത്തത് കൊണ്ടാ. എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ നിൽക്കുന്നത്? പിന്നെ സാരി ഉടുക്കുമ്പോൾ കുറച്ച് പൊക്കമൊക്കെ വേണ്ടേ? എന്നാലല്ലേ ഭംഗിയുണ്ടാകൂ. അമ്പലത്തിൻ്റെ മുന്നിലേക്ക് കയറുമ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ ചെരുപ്പൂരി വെക്കണ്ടേ? അത് കുറച്ച് നേരത്തേക്കല്ലേ. അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അഡ്ജസ്റ്റ് ചെയ്തതൊക്കെ കൊള്ളാം. തപ്പിത്തടഞ്ഞ് വീഴാൻ നിൽക്കണ്ട. അത് ഞാൻ സൂക്ഷിച്ചോളാം. ചേട്ടൻ അതാലോചിച്ച് ബുദ്ധിമുട്ടണ്ട. അവൻ കളിയാക്കാൻ തുടങ്ങിയപ്പോൾ ദേഷ്യം കയറി ആമി പറഞ്ഞു. ഞാൻ ആലോചിച്ചു ബുദ്ധിമുട്ടാനൊന്നും പോകുന്നില്ല. അല്ല, ഇൻ്റർവ്യൂവിന് വരാൻ പോവാ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്ക് കണ്ടില്ലല്ലോ. അപ്പോഴേക്കും അല്ലേ കല്യാണം വന്നത്. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വരാം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്നെ ഇൻ്റർവ്യൂ ഇല്ലാതെ എടുക്കൂലോ. അയ്യടാ, അത് മോളങ്ങ് മനസ്സിൽ തന്നെ വെച്ചാൽ മതി. ഇൻ്റർവ്യൂ ചെയ്ത് നല്ല കഴിവുണ്ടെന്ന് തെളിയിച്ചാൽ മാത്രമേ ഞങ്ങൾ എടുക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ മോള് വേറെ എവിടെയെങ്കിലും നോക്കിക്കോ. കഴിവുണ്ടെങ്കിൽ എടുക്കൂലോ. ഞാനേ അത്യാവശ്യം നല്ല കഴിവുള്ള കുട്ടിയാ. അത് താൻ പറയുന്നതല്ലേ. ഞാനൊന്ന് നോക്കട്ടെ. ദർശ. അവനെ ആരോ അപ്പുറത്തേക്ക് വിളിച്ചു. ദർശന് പിന്നെയും ആമിയോട് എന്തൊക്കെയോ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിനുള്ള സമയവും സാഹചര്യവും അല്ലാത്തതുകൊണ്ട് നിരാശയോടെ വിളിച്ചയാൾക്കടുത്തേക്ക് അവൻ നടന്നു. ദാസ. എന്താ രാമചന്ദ്ര? പരിഭ്രമത്തോടെ നിൽക്കുന്ന രാമചന്ദ്രനെയും നോക്കി സംശയത്തോടെ ഹരിദാസ് ചോദിച്ചു. അത് ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങളൊന്ന് വരുമോ? ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ്. എന്താടോ? അത് നമുക്ക് അപ്പുറത്തേക്ക് മാറി നിന്ന് സംസാരിക്കാം. മുഹൂർത്തം ആവാൻ സമയമായില്ലേ. വിവാഹം കഴിഞ്ഞ് സംസാരിച്ചാൽ പോരെ നമുക്ക്. മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ട്. ഇത് ഒരല്പം അത്യാവശ്യമാണ്. നിങ്ങളൊക്കെ ഒന്ന് വന്നേ. ഹരിദാസും മാത്യുവും ഡേവിഡും ദർശനും നിഖിലും എല്ലാം ഒന്നിച്ചാണ് അവിടെ നിന്നിരുന്നത്. അവരെ എല്ലാവരെയുമായി രാമചന്ദ്രൻ വിളിച്ചു. അവർ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ അമ്പിയും അമ്പിയുടെ 2 ചെറിയച്ഛന്മാരും ഒരു ചെറിയമ്മയും കുറച്ച് മാറി നിൽക്കുന്നത് അവർ കണ്ടു. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രാമചന്ദ്രൻ്റെ മുഖത്തുണ്ടായിരുന്ന അതേ ഭയം തന്നെ അവിടെ നിന്നിരുന്ന ബാക്കിയുള്ളവരിലും കണ്ടപ്പോൾ ഹരിദാസ് ചോദിച്ചു. ഒരു പ്രശ്നമുണ്ടോ? ഞങ്ങൾക്കൊരു വലിയ അബദ്ധം പറ്റി. അബദ്ധമോ? എന്തബദ്ധം? അത് അന്ന് പറഞ്ഞില്ലേ, അമ്പിമോൻ്റെ ജാതകത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. അതല്ലേ നമ്മൾ ഇത്ര ധൃതി പിടിച്ച് കല്യാണം നടത്തിയത്. പിന്നെന്താ പ്രശ്നം? അത് പിന്നെ പ്രശ്നമുള്ളത് അമ്പിയുടെ ജാതകത്തിലല്ല, അഭിനയയുടെ ജാതകത്തിലാണ്. എന്താ? എല്ലാവരും ഒറ്റ ശബ്ദത്തിൽ ചോദിച്ചു. അതെ, സുധയ്ക്ക് പറ്റിയ ഒരു അബദ്ധമാണത്. അവൾക്ക് മാറിപ്പോയതാണ്. ഇന്ന് ചെക്കനും പെണ്ണും വീട്ടിലേക്ക് കയറേണ്ട സമയത്തിൽ എന്തോ സംശയം തോന്നി വിളിച്ചതാ. അപ്പോഴാണ് അബദ്ധം പറ്റിയത് മനസ്സിലായത്. എന്തായാലും കല്യാണം ഇപ്പോൾ നമ്മൾ നടത്താൻ തീരുമാനിച്ചല്ലോ. മുഹൂർത്തം വരെ ആവാറായി. ഇനിയിപ്പോൾ അതങ്ങ് നടക്കട്ടെ. മാത്യു അയാളെ സമാധാനിപ്പിക്കാൻ എന്നോണം പറഞ്ഞു. അമ്പിയുടെ കാര്യത്തിലല്ല എനിക്കിപ്പോൾ പ്രശ്നം, എൻ്റെ നിയമോളുടെ കാര്യത്തിലാണ്. അദ്ദേഹം പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവളുടെ കല്യാണ സമയം കഴിയാൻ ഇനി 2 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഈ അവസാന നിമിഷം ഞാനിപ്പോൾ എന്തു ചെയ്യും? അപ്പോഴാണ് അവരും അങ്ങനെയൊരു പ്രശ്നത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. എനിക്കറിയില്ല, എൻ്റെ മോളുടെ ജീവിതം. ഈ 2 ദിവസത്തിനുള്ളിൽ അവളുടെ വിവാഹം കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവൾക്ക് അതിനുള്ള ഒരു യോഗം കിട്ടുക. അതുമാത്രമല്ല, അന്ന് അദ്ദേഹം നോക്കിയത് വെച്ച് ഇന്നാണ് നല്ല മുഹൂർത്തമുള്ളത്. ഈ അവസാന നിമിഷം ഞാൻ എവിടെ പോയി ഒരു ചെക്കനെ കണ്ടുപിടിക്കും? എനിക്കറിയില്ല ദാസ. ചേട്ടാ, ഇങ്ങനെ വിഷമിക്കാതെ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എല്ലാവർക്കും കൂടി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കാം. അയാളെ സമാധാനിപ്പിക്കാൻ എന്നോണം രാമചന്ദ്രൻ്റെ ഒരു അനിയൻ പറഞ്ഞു. എന്ത് തീരുമാനമെടുക്കാന്നാ നീ പറയുന്നത്? മുഹൂർത്തം ഇങ്ങെത്തി. 1/2 മണിക്കൂർ പോലുമില്ല. നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ ചേട്ടാ. ദാ ഇവരുമില്ലേ നമ്മൾക്കൊപ്പം. നമുക്ക് എല്ലാവർക്കും കൂടി എന്തെങ്കിലും ആലോചിക്കാം. മറ്റേ അനിയനും അയാളെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. എനിക്കറിയില്ല, എൻ്റെ മോളുടെ ജീവിതം. അയാൾ തളർന്നതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഒരു കസേരയിലേക്കിരുന്നു. അച്ഛാ, ഇങ്ങനെ വിഷമിക്കാതെ നമുക്ക് നോക്കാം.
ചേട്ടൻ ഇങ്ങനെ വിഷമിക്കാതെ. ഇപ്പൊ പല സ്ഥലത്തും ഈ പെണ്ണും ചെക്കനൊക്കെ ഒളിച്ചു പോകുന്ന സന്ദർഭങ്ങളിൽ അവിടെ തന്നെയുള്ള ആളുകളിൽ ഒരാളെ തപ്പിയെടുത്ത് കല്യാണം നടത്താറില്ലേ? അതുപോലെ നമുക്ക് നോക്കാന്നേ. അവർക്കൊപ്പം ഉണ്ടായിരുന്ന അനിയന്റെ ഭാര്യ പറഞ്ഞു. അങ്ങനെ ഇപ്പോ ആരെ നോക്കാനാ? അതിപ്പോ ഇവിടെ എന്തോരം പേരുണ്ട്. ദേ, ദേവിമോളുടെ ഈ ആങ്ങള ചെറുക്കനും കല്യാണപ്രായമായതല്ലേ. അവര് പറയുന്നത് കേട്ട് ദർശനടക്കം എല്ലാവരും ഒന്ന് ഞെട്ടി.